നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും കുറവ് ദൂരം ഓടുന്ന രാജധാനിയായ ജമ്മു തവി ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജമ്മു തവി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ഒരു ഉത്സവമല്ല തൃശ്ശൂർ പൂരത്തിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എന്താ തരത്തില് ഭയങ്കര തിരക്ക് നോക്കിയേ. അവിടെ ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരു ഉദംപൂർ AC വണ്ടി വരുമല്ലോ, ആ ഡൽഹിക്ക് പോകുന്നത്, അതിന് പോകുന്ന ആൾക്കാരാണ്. ഫുൾ തിരക്കാണ്. റെയിൽവേ സ്റ്റേഷന് പുറത്തും അകത്തും എല്ലാം ഭയങ്കര തിരക്കാണ്. ഇവിടെ ഒരു തുഗ്ലക്കാബാദ് ഷെഡിന് ഒരു WDP 4D ഇവിടെ എന്തോ പരിപാടി ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, അതുമായിട്ട് അറ്റാച്ച് ചെയ്യാനാന്ന് തോന്നുന്നു. ഇത് അറ്റാച്ച് ചെയ്യാൻ പോകാനാട്ടോ. ഇവിടെ ഒരു ജമ്മു തവിന്ന് ഭഗത് കി കോട്ടി പോകുന്ന ഒരു എക്സ്പ്രസ് കിടപ്പുണ്ട്. അപ്പോൾ അതുമായിട്ട് പിടിപ്പിക്കാൻ പോവാം. അതിൽ DLTB എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, അത് ഈ ഡീസൽ ലോക്കോ ഷെഡ് തുഗ്ലക്കാബാദിന്റെ ഒരു കോഡാണ് DLTB. ഇതാണ് മറ്റേ ഉദംപൂർന്ന് സരൈരോഹിൽ വരെ പോകുന്ന ഒരു AC സൂപ്പർ ഫാസ്റ്റ് ആണ്. അതിന് കയറാനുള്ള ആൾക്കാരാണ് ഈ നിൽക്കുന്ന എല്ലാവരും. അവിടെയും ഇവിടെ എല്ലാം ഫുള്ള് അതിന് കയറാനുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാനിവിടെ തറയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാൻ ഒരു സെറ്റപ്പും ഇല്ല കേട്ടോ. നമ്മുടെ രാജധാനി ഇപ്പോൾ വരത്തില്ല, അത് കുറച്ചെൻ്റെ വരത്തുള്ളൂ. യാടി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കൊൽക്കട്ട വണ്ടി കിടപ്പുണ്ട്. ഇവിടെ ഈ കൊൽക്കട്ട എക്സ്പ്രസ് ഉണ്ട്, അതായത് ജമ്മു തവിന്ന് കൊൽക്കട്ട വരെ പോകുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടി പോയിട്ടാണ് നമ്മുടെ വണ്ടി രാജധാനി അവിടെ ഒന്നിൽ കയറ്റുന്നത്, അത് ഒന്നിലാണ് കിടക്കുന്നത്. അപ്പൊ ഇതിപ്പോ എടുത്തോണ്ട് പോയിട്ട് നമ്മുടെ രാജധാനി കൊണ്ടുവരും. गाड़ी संख्या 12426 जम्मू तवी न्यू दिल्ली राजधानी एक्सप्रेस जम्मू तवी से चलकर लुधियाना के रास्ते न्यू दिल्ली को जाने वाली अपने निर्धारित समय 21:25 पर प्लेटफॉर्म क्रमांक 1 से जाएगी. May I have your attention please? Train number 12426 Jammu Tawi New Delhi Rajdhani Express from Jammu Tawi to New Delhi via Ludhiana will depart at its scheduled time at 21:25 from platform number 1. നമ്മുടെ വണ്ടി ഇടുന്നു, പക്ഷെ ഇവിടെ വേട്ടവും കുന്തവും ഒന്നുമില്ല കേട്ടോ. വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ കയറാൻ വേണ്ടി ധൃതിയാണ്. ഫുള്ളാണ് വണ്ടി കേട്ടോ. ഇത് എങ്ങനെ കയറി? ഇവിടെ ഒട്ടും വേട്ടമില്ലല്ലോ. അങ്ങനെ ഷോർട്ടസ്റ്റ് രാജധാനി ഓഫ് ഇന്ത്യ നമ്മൾ കയറിയിരിക്കുകയാണ്. രാജധാനി നമ്മൾ ട്രാവൽ ചെയ്യുന്നത് AC 3 ടയറിലാണ്, B3. എൻ്റെ കണ്ട് കയറി കഴിയുമ്പോൾ തന്നെ രണ്ടാമത്തെ കണ്ട് 59 അപ്പർ ബർത്താണ് എൻ്റെ. കൊള്ളാം കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു കോച്ചാണ് കേട്ടോ. ഇതിൻ്റെ വാഷ്റൂമും കൊള്ളായിരിക്കും, രാജധാനിയുടെ അല്ലേ, കുഴപ്പമില്ല. ഈ ഇരുട്ടത്ത് ഞാൻ നിങ്ങളെ എങ്ങനെ ലോക്കോ കാണിച്ചു തരും ഗൈസ്. ഞാൻ ആ രാജധാനിയുടെ നെയിം ബോർഡ് പോലെ എടുക്കാൻ പറ്റില്ല, അമ്മാതിരി ഇരുട്ടാണ് ഇവിടെ. ഇവർക്ക് ഇവിടെ ഒരു ലൈറ്റ് ഇട്ടോടെ അല്ലേ. WAP7 ആണ്, ഏതാ നോക്കാം. WAP7 അല്ല കേട്ടോ, WAP5 ആണ്. 322 ലോക്കോയുടെ നമ്പർ. ഗാസിയാബാദിന്റെ WAP5. ഇവരാണ് നമ്മളെ ഇവിടുന്ന് ജമ്മു തവിന്ന് ന്യൂഡൽഹി വരെ എത്തിക്കാൻ പോകുന്നത്. ഇന്ത്യ ഷോർട്ടസ്റ്റ് രാജധാനിയുടെ ലോക്കോ ഗാസിയാബാദ് WAP5. പകൽ വെളിച്ചത്തിൽ ഓടാത്ത ഇന്ത്യയിലെ മിക്കവാറും ഒരേ ഒരു രാജധാനി ആയിരിക്കും നമ്മുടെ ഈ ജമ്മു രാജധാനി. ഇവിടെ ഒന്നാമത് പണികൾ നടക്കുന്നുണ്ട്, ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും കയറാൻ വേണ്ടി ഭയങ്കര ധൃതി പിടിക്കുകയാണ്. നമുക്ക് എല്ലാവരും കയറിയിട്ട് ആ കയറാം നല്ലത്. 9:25 ജമ്മുന്ന് ഇത് വിടുന്നത്. എന്നിട്ട് വെളുപ്പിന് 5:50 5:45 ആകുമ്പോഴേക്കും ന്യൂഡൽഹി എത്തിച്ചേരും. 1994 ഈ ഒരു രാജധാനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 577 കിലോമീറ്റർ മാത്രമേ ഈ രാജധാനി ഓടുന്നുള്ളൂ, വെറും 8 മണിക്കൂറും കൊണ്ട്. ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ ആകെ 3 സ്റ്റോപ്പേ ഉള്ളൂ. കത്വ, പട്ടാൻകോട്ട്, ലുധിയാന, ഈ 3 സ്റ്റോപ്പായി നമ്മൾ നേരെ ഡൽഹി എത്തി. നോർത്തേൺ റെയിൽവേ ആണ് ഈ ഒരു രാജധാനി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ജമ്മു രാജധാനിയും ദിബ്രുഗഡ് രാജധാനിയായിട്ട് ഈ വണ്ടിക്ക് റേറ്റ് ഷെയറിംഗ് ഉണ്ട്. ഇത് പണ്ട് തുടങ്ങിയ ഇടയ്ക്ക് ഇത് വീക്ക്ലി ആയിരുന്നേ, പിന്നെ ഇത് ഹൈ ഡിമാൻഡ് കാരണം ഇത് ഡെയിലി ആക്കി. ഇപ്പോഴും ഡെയിലി ആക്കിയിട്ടും ഫുള്ളാണ് വണ്ടി. എല്ലാ ദിവസവും ഫുൾ പാക്ഡ് ആയിട്ടാണ് ഈ ജമ്മു രാജധാനി ഓടുന്നത്. ഇപ്പോഴും നമുക്ക് ഈ രാജധാനിയിൽ മീല് കിട്ടും. നമ്മൾ മീല് സെലക്ട് ചെയ്താൽ രാത്രിത്തെ ഡിന്നർ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ വെജ് ഫുഡ് സെലക്ട് ചെയ്തു. 9:25 ആയപ്പോഴേക്കും നമ്മുടെ വണ്ടി ഡിപ്പാർച്ചർ ഫോണൊക്കെ അടിച്ചു. അങ്ങനെ നമ്മൾ ജമ്മു താവിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ജമ്മു താവിൽ നേരെ അടുത്ത സ്റ്റോപ്പ് കത്വയാണ്. കത്വ നമുക്ക് റെയിൽ നീർ കിട്ടിയിട്ട്. ഈ റെയിൽ നീർ ഉണ്ടാക്കുന്നത് ഉന, ഹിമാചൽ പ്രദേശിലെ ഉനാൻ എന്ന സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ ഒരു 10-20 മിനിറ്റ് ആയിട്ട് ഈ ജമ്മു ആയിട്ട് ഒരു സ്റ്റേഷനിലുണ്ട്, പിടിച്ചിട്ടേക്കാണ് തൊട്ടപ്പുറത്തെ സ്റ്റേഷനിലെ.
ഒരു ഗുഡ്സ് ഇങ്ങോട്ട് കയറി വരുന്നു. എന്താണോ എന്തോ അറിയത്തില്ല എന്താന്ന്. ജമ്മുന്ന് വിട്ടാൽ കുറച്ച് കഴിയുമ്പോഴത്തെ നമുക്ക് ഡിന്നർ കൊണ്ട് തരും കേട്ടോ. അപ്പം ഞാൻ വെജാണ് പറഞ്ഞത്. നമുക്ക് എന്തൊക്കെയാണെന്ന് തുറന്ന് നോക്കട്ടെ. ഇതിന് ഈ ഒരു കണ്ടെയ്നറിന് ഒട്ടും കാട്ടിയില്ല കേട്ടോ. പനീർ കറി ഉണ്ട്, പിന്നെ റൊട്ടി ഉണ്ട്. അപ്പം അത് ആദ്യം കഴിക്കട്ടെ. ആ പനീർ കറിക്കാണ് ഒരു വികാരം പോലും ഇല്ല കേട്ടോ. റൊട്ടി പിന്നെയും കുഴപ്പമില്ല, പനീർ കറി ശോകം. ഇതിൽ ഈ പരിപ്പ് കറി മാത്രം കൊള്ളാം, ബാക്കിയെല്ലാം വളരെ ശോകം കേട്ടോ. ഒരു ടേസ്റ്റും ഇല്ല. പരിപ്പ് കറി കൊള്ളാം. ചെറിയ വണ്ടിയാണെങ്കിലും ചെറിയ സർവീസ് ആണെങ്കിലും ഫുഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എല്ലാം തരുന്നുണ്ട് അവർ കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഡെസേർട്ടും തന്നു, മദേഴ്സ് ഡയറിയുടെ ഒരു വാനില ഐസ്ക്രീം. പത്തരയ്ക്ക് ഇവിടെ കത്തുവൽ എത്തേണ്ടതാണ്. പക്ഷെ എത്തുന്നത് നമ്മൾ 11 മണിക്കാണ്. അത് അവിടെ കുറെ നേരം പിടിച്ചിട്ടല്ലോ. ഇവിടെയാണ് മറ്റേ ആ ഗുഡ്സ് ട്രെയിൻ ഡ്രൈവർ അല്ലാതെ ഓടിപ്പോയെന്ന് പറഞ്ഞില്ലേ, അത് ഈ കത്തുവ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. ഈ കത്തുവ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. വെറും 3 സ്റ്റോപ്പ് മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ കുഞ്ഞ് രാജധാനിക്ക്. ഇവിടെ പട്ടാൻകോട്ടിലും ലുധിയാനയിലും മാത്രമുള്ള നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ രാജധാനി എക്സ്പ്രസ്സുകളിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന നമുക്കറിയാം. തിരുവനന്തപുരത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന രാജധാനിയാണ്. പക്ഷേ ഏറ്റവും കുറവ് ദൂരം ഓടുന്നതാണ് നമ്മൾ ഈ കയറിയിരിക്കുന്ന ഈ ജമ്മു തവി ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഈ വണ്ടി ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 577 കിലോമീറ്റർ 8 മണിക്കൂർ 20 മിനിറ്റിലാണ് സഞ്ചരിക്കുന്നത്. ഇതിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 69 km/h ആണ്. ഈ വണ്ടി 2013 ജൂൺ 15 വരെ ഇത് ICF കോച്ച്, അതായത് പഴയ കോച്ച് വെച്ചാണ് ഓടിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് ഈ വണ്ടിക്ക് LHP കോച്ച് കിട്ടിയത്. അപ്പം അന്നത്തെ ആ ടൈമിൽ ജമ്മു തവി ഒന്നും ഇലക്ട്രിഫൈഡ് അല്ലായിരുന്നേ. അപ്പോൾ ആ ടൈമിനൊക്കെ ഈ വണ്ടിക്ക് WDM3A WDM3D അങ്ങനത്തെ ഡീസൽ ലോക്കോമോട്ടീവ്സ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇലക്ട്രിഫിക്കേഷന് ശേഷമാണ് ഈ ഗാസിയാബാദ് ഷെഡിന്റെ ഒക്കെ WP7 WP5 ഒക്കെ കൊടുത്തു തുടങ്ങിയത്. 12 AC 3 ടയർ, പിന്നെ ഒരു പാൻട്രി കാർ, 5 AC 2 ടയർ, ഒരു H1 അതായത് ഒരു ഫസ്റ്റ് AC, ഇത്രയും ക്ലാസ്സുകളാണ് ഈ ഒരു ട്രെയിനുള്ളത്. നമ്മളീ പോകുന്ന ഈ രാജധാനിയുടെ പരമാവധി വേഗത എന്ന് പറയുന്നത് 130 km/h ആണ്. ഈ ജമ്മു തവി ന്യൂഡൽഹി റൂട്ടിൽ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ അതിൽ ഫാസ്റ്റസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഈ ഖത്രയിൽ നിന്ന് പോകുന്ന വന്ദേ ഭാരതാണ്. സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ആണ് നമ്മുടെ ഈ വണ്ടി എന്ന് പറയുന്നത് രാജധാനി എന്ന് പറയുന്നത്. ഏറ്റവും സ്ലോവസ്റ്റ് ട്രെയിൻ ഈ റൂട്ടിൽ നമ്മൾ ഈ പോകുന്ന സമയത്തിനെക്കാട്ടും ഇരട്ടി സമയം എടുക്കും. അതായത് 16 മണിക്കൂർ 10 മിനിറ്റ് എടുത്ത് പോകുന്ന ജമ്മു താവി സാമ്പൽപൂർ എക്സ്പ്രസ് ആണ് ഈ റൂട്ടിലെ ഏറ്റവും സ്ലോവസ്റ്റ് വണ്ടി. അപ്പോൾ ഈ റൂട്ടിൽ ഒരുപാട് വണ്ടിയുണ്ട്. അപ്പോൾ അതിൽ ഈ രാജധാനി എക്സ്പ്രസ് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. എനിക്ക് രാത്രി കയറി കിടന്ന് ഉറങ്ങിയാൽ മാത്രം മതി. ജമ്മുവിന് രാവിലെ ആകുമ്പോൾ ഡൽഹി എത്തും. നേരെ തിരിച്ചും ഡൽഹിയിൽ രാത്രി കയറി ഉറങ്ങിയാൽ വെളുപ്പിനാകുമ്പോൾ ജമ്മു എത്തും. വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിംഗ് ആണ് ഈ വണ്ടിയുടെ. ഈ രാജധാനിക്കൊക്കെ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഒരു ബേസ് റേറ്റ് കിട്ടും, അല്ലെങ്കിൽ ഡൈനാമിക് പ്രൈസിങ് ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുകയാണ് കിട്ടുന്നത്. ശരിക്കും നമ്മൾ ഈ ബുക്ക് ചെയ്തതിന് നമ്മൾ ഈ യാത്ര ചെയ്യുന്നതിന് 1670 രൂപയാണ്. അതിൽ 948 രൂപയാണ് ശരിക്കും ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. അതിൽ 185 റുപ്പീസ് ഈ ഒരു മീൽസാണ്. അത് സെലക്ട് ചെയ്യേണ്ടായിരുന്നു എനിക്ക് ലാസ്റ്റ് തോന്നി. കാരണം വളരെ മോശം ഫുഡായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം ഫുഡ് ഈ രാജധാനിയിലായിരുന്നു. ഒരു വികാരമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഈ വണ്ടിയിൽ കയറണ ഫുഡ് സെലക്ട് ചെയ്യേണ്ടതെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഫുഡ് അത്ര പോരാ. രാത്രി കഴിച്ചിട്ട് കയറിയാൽ പോരാ ജമ്മുന്ന്, എന്നിട്ട് രാവിലെ ആകുമ്പോൾ എത്തുമല്ലോ. ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി മീൽസ് മേടിച്ചാണ്. മീൽസ് വാങ്ങണ്ട കേട്ടോ, മീൽസ് പോരാ. ഗൈസ് വണ്ടി മൊത്തം ഇരുട്ടായി. അപ്പം ഞാൻ കിടക്കുകയാണ്, ഒന്നും കാണുന്നില്ല. അപ്പോൾ രാവിലെ കാണാം ഇനി. ന്യൂഡൽഹി എത്തി ഗൈസ്, ന്യൂഡൽഹി എത്തിയിട്ട് ഇവിടെ ആൾക്കാരെല്ലാം ഉറക്കും കേട്ടോ. പ്ലാറ്റ്ഫോമിൽ ഒന്ന് കയറി വണ്ടി നിർത്തി. നമ്മൾ 5:40 ആയപ്പോഴേക്കും ഇവിടെ ന്യൂഡൽഹിയിലെത്തി. നല്ല വിടിയിലായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രിയിലേക്ക് വണ്ടി കുറച്ച് ലേറ്റ് ആയതാണ്, പക്ഷെ അതും സീനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡൽഹി എത്തിയപ്പോഴാണ് എല്ലാവരും ഇടിയിക്കുന്നത്. ഇപ്പോഴും എഴുതിയിട്ടില്ല, ഇപ്പോഴും കിടപ്പുണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ. അതിനകത്ത് 16 പ്ലാറ്റ്ഫോം ഉണ്ട് ശരിക്കും. അതിൽ 15ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ രാജധാനി വന്ന് കയറിയത്. തൊട്ടപ്പുറത്ത് നമ്മുടെ താമ്പരം ന്യൂഡൽഹി ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് ഉണ്ടല്ലോ, അതാണ് കിടക്കുന്നത്. ജമ്മു രാജധാനിയുടെ ഓൺ ബോർഡ് കാറ്ററിംഗ് ആണ്. പാൻട്രി കാർ ഉണ്ട്, പക്ഷെ അതൊന്നും ഉണ്ടാക്കത്തില്ല. അവർ ജമ്മു സ്റ്റേഷനിൽ നിന്ന് ഫുഡ് കയറ്റുന്നതാണ്. നമ്മൾ വന്ദേ ഭാരത് കയറ്റത്തില്ല, അതേപോലെ തന്നെ. അപ്പോൾ അവർ അങ്ങനെ കയറ്റി സെർവ് ചെയ്യുന്നതാണ്. ഇതെല്ലാ ദിവസവും ഉണ്ട്. ഇവിടെ ഡൽഹിയിൽ നിന്ന് എടുക്കുന്നത് വൈകിട്ട് 8:40 എന്നിട്ട് ജമ്മുവിൽ എത്തുന്നത് രാവിലെ 5 മണിക്ക്. നിർത്താതെ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് രാവിലെ ഇവിടേക്ക്. അപ്പോൾ അതിങ്ങനെ ഹൗർ ചെയ്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം കുറേ വണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ അനൗൺസ്മെന്റ് ഇങ്ങനെ ഫുൾ ടൈം ഇവിടെ ഡൽഹിയിൽ 16ാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ട് അവിടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് താഴേക്ക് പോകണം. എത്ര ആൾക്കാരല്ലേ ഒരു ദിവസം ഈ ഒരു സ്റ്റേഷനിൽ വരുന്നത് അല്ലേ, വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ ഇന്ത്യ ഷോർട്ടസ്റ്റ് രാജധാനിയുടെ ഒരു ചെറിയ വീഡിയോ, കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ ലോങ്ങസ്റ്റ് രാജധാനിയുടെ വീഡിയോ ചെയ്യണം ഇനി. എനിക്ക് ഷോർട്ടസ്റ്റ് രാജധാനി നമ്മൾ ചെയ്തു.
അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് വന്ദേ ഭാരത് ഉണ്ട്. നമ്മുടെ നിസാമുദ്ദീന് റാണി കമലാപതി ഭോപ്പാൽ ഹബീബ്ഗഞ്ച് വരെ പോകുന്ന വന്ദേ ഭാരതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം വന്ദേ ഭാരതിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴേക്കും ബൈ.